Xiaomi Part 5-ന് ശേഷം വരാൻ പോകുന്ന നെക്സ്റ്റ് മോഡൽസ് ആണ് Xiaomi Part 6 സീരീസ്. അപ്പം ഈ ഒരു സീരീസിൽ 2 മോഡൽസ് ആയിരിക്കും ഉണ്ടാവുക. Xiaomi Part 6ഉം അതുപോലെ 6 Pro എന്ന് പറയുന്ന മോഡലും. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 6 മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അതായത് പ്രോ വേരിയൻറ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു മോഡലിൽ 3 സ്റ്റോറേജ് വേരിയൻറ്റ്സ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഇത് എന്നാണ് ലോഞ്ച് ചെയ്യുന്നത്, അതുപോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളായിരിക്കും വരുന്നത്. അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ Xiaomi 13 സീരീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ക്യാമറ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 11 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ കാര്യങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മോഡലായിരിക്കും ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഞാൻ പറഞ്ഞ പോലെ നമുക്കിനകത്ത് ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമുക്കിനകത്ത് 30 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു മോഡലിൽ നമുക്ക് 1080p and 60 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓവറോൾ പെർഫോമൻസിനൊക്കെ ഈ ഒരു ചിപ്സെറ്റ് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ചിപ്സെറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഴയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പെർഫോമൻസ് സൈഡിൽ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് കാറ്റഗറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിപ്സെറ്റ് ഓക്കെയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ബേസ് മോഡലിൽ പ്രൈസ് വരുന്നത് ഏകദേശം 25,000 രൂപയാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ട് 5-ന് ഏകദേശം ഈ ഒരു പ്രൈസ് കാറ്റഗറിയാണ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു 870 എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് 3 സ്റ്റോറേജ് വേരിയൻസ് ആണ് വരുന്നത്. അതായത് 6GB റാമും അതുപോലെ 128GB സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ 8GB റാമും 128GB സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ 8GB റാമും 256GB സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നുണ്ട്. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13-നും പിന്നെ അവരുടെ MIUI 14-നും വരും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 8840 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജിനായിട്ട് നമുക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. ഓവറോൾ ഈ ഒരു രീതിയിലാണ് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും പോകുന്നത്. ഇനി നമ്മൾ പ്രൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സ്റ്റോറേജ് വേരിയൻസ് ആണ് വരുന്നത്. അതായത് 6GB 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് 23,000 രൂപ അടുത്ത് ബഡ്ജറ്റ് വരും. അതായത് ഏകദേശം പ്രൈസാണ് പറയുന്നത്. ഇങ്ങനെ തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് ഏകദേശം 25,000 രൂപ ആയിരിക്കും ബഡ്ജറ്റ് വരുന്നതെന്ന് പറയുന്നുണ്ട്. 8GB 256GB സ്റ്റോറേജ് വേരിയൻറ്റിന് 29,000 രൂപ, അതായത് ഏകദേശം 30,000 രൂപ ബഡ്ജറ്റ് വരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു 30,000 രൂപ ബഡ്ജറ്റിൻ്റെ താഴെയായിരിക്കും ഈ ഒരു മോഡൽ വരാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു മോഡൽ 30,000 രൂപ ബഡ്ജറ്റിൻ്റെ താഴെയാണ് വരുന്നതെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് Xiaomiയുടെ സൈഡിൽ നിന്ന് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഒരു അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പാഡ് തന്നെയാണ്, അല്ലെങ്കിൽ ടാബ്ലറ്റ് തന്നെയാണ് ഈ ഒരു 6 എന്ന് പറയുന്ന മോഡൽ. 6 Pro ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയാസും ഇല്ല. പക്ഷേ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.